10 വർഷങ്ങൾക്ക് മുൻപ് ഒരു പൃഥ്വിരാജ് സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഇതെന്താ പുള്ളിയുടെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ എന്നൊക്കെയാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ 1960-കളിൽ നടക്കുന്ന ഒരു കഥയ്ക്ക് അർജുനൻ സാക്ഷിയിലെ പൃഥ്വിരാജിന്റെ ലുക്ക് ഉണ്ടാവുമോ എന്നുള്ള ലോജിക്കിനൊന്നും അവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല. എന്നിലെ പൃഥ്വിരാജ് ആരാധകന് അതൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം സിനിമ പുറത്തിറങ്ങുന്നു. അധികം കഴിയേണ്ടി വന്നില്ല, മാക്സിമം ഒരു 1-2 ദിവസം. അതിനുള്ളിൽ ഫേസ്ബുക്ക് മൊത്തം ഈ സിനിമയിലെ ഡയലോഗുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. മെയിനായിട്ട് ഇരവഴിഞ്ഞിപ്പുഴ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഡയലോഗും ഓളുടെ മുഖത്തേക്കാൾ മൊഞ്ചു ഓളുടെ കൽബിനാണെന്ന് പറയുന്ന ഡയലോഗും. ഇനി അതിനും മേലെ പോയ മറ്റൊന്ന്, ഈ സിനിമയിൽ യഥാർത്ഥത്തിൽ 2 മ്യൂസിക് ഡയറക്ടേഴ്സ് ആണുള്ളത്, എം ജയചന്ദ്രനും എസ് രമേശ് നാരായണനും. പക്ഷേ ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്ത ഗോപി സുന്ദറിന്റെ വക ഒരു പാട്ട് ഈ പടത്തിലുണ്ടായിരുന്നു. മുഹമ്മദ് മക്ബൂൽ എന്നൊരു സിംഗർ പാടിയ ആ ഒരു പാട്ട്. ആ പാട്ട് സോഷ്യൽ മീഡിയയിൽ ഏത് ലെവൽ ട്രെൻഡിങ് ആയിരുന്നു എന്ന് അന്ന് ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആയിരുന്ന ആളുകൾക്കറിയാം. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് ആ പാട്ട് കൊടുത്ത മൈലേജ് ഭയങ്കരമായിരുന്നു. ഇനി ഇതിന്റെ തിയേറ്റർ എക്സ്പീരിയൻസിലേക്ക് കടന്നാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിലെ ഡയലോഗുകൾ സോഷ്യൽ മീഡിയയിൽ വൻ ഹിറ്റ് ആയതുകൊണ്ട് 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസം ഈ സിനിമ കാണാൻ കയറി ഞാൻ കണ്ടത്, നായകൻ ഡയലോഗ് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ആളുകൾ കൈയടിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു സീനിൽ നായകന്റെ അനിയത്തി നായകനോട് ചോദിക്കുകയാണ്, എന്താ മാനുക്കാക്ക് ഓളുടെ മുഖത്തിന് അത്രക്ക് മൊഞ്ചാണോ എന്ന്. അപ്പൊ ഇതിന് നായകനായ പൃഥ്വിരാജ് പറയുന്ന കൗണ്ടർ ഡയലോഗ് എന്തായിരിക്കുമെന്ന് ആളുകൾക്ക് ഓൾറെഡി അറിയാം. അപ്പൊ പൃഥ്വിരാജ് ഡയലോഗ് പറയാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആളുകൾ കൈയടിക്കാൻ തുടങ്ങും. അങ്ങനെ അതും കഴിഞ്ഞ് പടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നായകനും നായികയും പലതവണ ഒന്നിക്കാൻ ശ്രമിക്കുമെങ്കിലും അത് പല രീതിയിൽ മുടങ്ങിപ്പോകുന്നു. രണ്ടുപേർക്കും വയസ്സായി വരുന്നു. അപ്പൊ തിയേറ്ററിലാകെ മൊത്തം ഒരു വികാരഭരിതമായ അന്തരീക്ഷമായിരുന്നു. ഒരു പാക്ഡ് ക്രൗഡ്, നൈറ്റ് ഷോ. പടം ഏതാണ്ട് അവസാനമൊക്കെ എത്താറാവുമ്പോഴേക്ക് നായകന്റെയും നായികയുടെയും വിരഹം സ്ക്രീന് വിട്ട് തിയേറ്ററിലിരിക്കുന്ന ആളുകളിലേക്ക് എത്തിയൊരു അവസ്ഥ. ഇതിനിടയിൽ നായകന് സ്വന്തം വാപ്പയുടെ കയ്യിൽ നിന്ന് കുത്തേൽക്കുന്നതും, എന്നാൽ കോടതിയിൽ വെച്ച് നായകൻ അത് മാറ്റി പറയുന്നതും, അതും കഴിഞ്ഞ് സായ് കുമാറിനെ നോക്കി പോട്ടെ വാപ്പ എന്ന് പറയുന്ന ഒരു രംഗവും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കിടിലൻ BGM-ഉം. മറ്റൊരു രംഗം, എല്ലാം അറിഞ്ഞിട്ടും കാഞ്ചനമാലയെ കെട്ടിക്കൊള്ളാം എന്ന് പറയുന്ന അപ്പുവും, എന്നാൽ താൻ എത്രത്തോളം മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് കാഞ്ചന പറയുന്ന ഒരു രംഗവും. ഒരുപക്ഷെ ഇന്നീ കാണുന്ന ടോവിനോ തോമസിനെ ജനങ്ങൾ ആദ്യമായി നെഞ്ചിലേറ്റിയത് ആ ഒരു കഥാപാത്രത്തിലൂടെയാവും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പടത്തിന്റെ ആ ഒരു ട്രാജിക് ക്ലൈമാക്സിനും ശേഷം നായകന്റെ വീട്ടിലേക്ക് നായിക കടന്നു ചെല്ലുന്നതും, ശേഷം പുറത്തേക്ക് നോക്കുമ്പോൾ വീട്ടിന്റെ പടിവാതിൽക്കലേക്ക് നായകന്റെ ആത്മാവ് വന്ന് അവരെ നോക്കുന്നതും, ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ മുൻപ് പറഞ്ഞ ആ ഒരു സെൻസേഷണൽ സോങ്ങും. ആകെ മൊത്തം പറഞ്ഞ ഒരു 1-1.5 വൈബ്. പടം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോഴും മൈൻഡ് മുഴുവൻ ആ ഒരു പാട്ട് തന്നെയായിരുന്നു. പിന്നെ ഇതിന്റെ സംവിധായകൻ RS വിമൽ. ആദ്യ പടം തന്നെ ഇതുപോലൊരു ഹെവി വെയിറ്റ് ബിഗ് ബഡ്ജറ്റ് ഐറ്റം ചെയ്ത പുള്ളി പിന്നീട് ഒരു ബിഗ് ഷോട്ട് ആവുമെന്ന് ഞാൻ കരുതിയെങ്കിലും ആളെ എവിടെയും കണ്ടില്ല. ഇടയ്ക്ക് പൃഥ്വിരാജ് മൊത്ത് കർണൻ എന്നൊരു സിനിമ വരുമെന്ന ന്യൂസ് കേട്ടു. പിന്നീട് അത് വിക്രത്തിലേക്ക് എത്തി. ബട്ട് ഒടുക്കം അതും വിസ്മൃതിയിലാണ്ടു.